19ാമത്തെ ജുസ്. ഇതിൽ സൂറത്തുൽ ഫുർഖാനിലെ 5 പേജും സൂറത്തുൽ ഷുഅറ സൂറത്തുൽ നംലിൽ 5 പേജുണ്ട്. സൂറത്തുൽ ഫുർഖാൻ മക്കി സൂറത്താണ്. ഇതിന് 2 പേജ് കഴിഞ്ഞ ജുസുവിൽ നമ്മൾ പറഞ്ഞിരുന്നു. മക്കി സൂറത്ത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ പല പ്രാവശ്യം ആവർത്തിച്ച് പറയുന്നുണ്ട്, തൗഹീദ് എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണമായ ഈമാൻ, അതുപോലെ ഷിർക്കുമായി ബന്ധപ്പെട്ടവർക്കുള്ള സംശയങ്ങൾ, അതിനുള്ള വിശദമായ മറുപടി, അള്ളാഹുവിൻ്റെ ഖുദ്റത്ത്, നിഅമത്തുകൾ എല്ലാം അതിൽ വിശദീകരിക്കും. റിസാലത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംഭവങ്ങൾ, തങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ, അതിൽ വേണ്ട നിർദ്ദേശങ്ങൾ, മുൻകഴിഞ്ഞ നബിമാരുടെ സംഭവങ്ങൾ, പ്രവാചകത്വവുമായി ബന്ധപ്പെട്ട അവർക്കുള്ള സംശയങ്ങളും മറുപടിയൊക്കെ അതിൽ വരും. പിന്നെ ആഖിറത്തെക്കുറിച്ചുള്ള വിശദമായ വിവരണം. ഇപ്പോൾ ഈ സൂറത്തുൽ ഫുർഖാനിൽ കഴിഞ്ഞ ജുസിൻ്റെ അവസാനത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു നരകത്തിൻ്റെ ഘോരമായ ശബ്ദവും മറ്റു കാര്യങ്ങളൊക്കെ അവിടെ വിവരിച്ചിരുന്നു. ഇവിടെ ഈ 5 പേജിൽ പറയുന്നൊരു സംഗതി, ചില മുശ്രിക്കുകൾ അള്ളാഹുവിൻ്റെ റസൂലിനെ വിട്ടുകൊണ്ട് അവരുടെ സമൂഹത്തിലെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ റസൂലിനെ ചീത്ത പറയാൻ വരെ തയ്യാറായി, കൂട്ടുകാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി. അവരുടെ അവസ്ഥ ഇന്നും ആരെങ്കിലും അങ്ങനെ പെരുമാറുന്നെങ്കിൽ തങ്ങളുടെ സൊസൈറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ തങ്ങളുടെ സുഹൃത്ത് വലയത്തിൽ സ്ഥാനം കിട്ടാൻ വേണ്ടി ഞാൻ അത്ര വിശ്വാസമില്ലാത്ത ആളാണെന്നൊക്കെ ആകാൻ ശ്രമിക്കുന്ന കുറേ ജബ്ര ടൈപ്പ് ആളുകളുണ്ട്. അവർ നാളെ പറയുന്നൊരു സംഗതി, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മാർഗം വിടാതിരുന്നാൽ മതിയായിരുന്നു എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി, ആ കൂട്ടുകാരുമായി അകലം പാലിച്ചാൽ മതിയായിരുന്നു എന്ന് നാളെ അവർ ആഗ്രഹിച്ചു പോകും. അപ്പോൾ ആ ഒരു അവസ്ഥ ഇവിടെ വിവരിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, വയൗമ യഅദ്ദുല്ലാലിമു അലാ യദൈഹി, അക്രമികൾ അവരുടെ കൈ കടിച്ചുകൊണ്ടാണ് ആലോചിക്കുക, ഖേദത്തിൻ്റെ അങ്ങേയറ്റം. കൈകൾ അവർ കടിക്കും, എന്നിട്ട് പറയും അള്ളാഹുവിൻ്റെ റസൂലിനോടൊപ്പം വേറെ മാർഗം സ്വീകരിക്കാതിരുന്നാൽ മതിയായിരുന്നു, നിബിതങ്ങളുടെ വഴിയായിരുന്നു ശരിയായ വഴി, യഥാർത്ഥ മുഅ്മിനാണെന്ന് കാണിച്ച് തെളിയിച്ച് ആ രീതിയിൽ ജീവിച്ചാൽ മതിയായിരുന്നു എന്ന് അവർ ആഗ്രഹിച്ചു പോകും. അതുപോലെ അള്ളാഹുവിൻ്റെ റസൂൽ നാളെ നമ്മൾ ഖുർആൻ അവഗണിച്ച് കളഞ്ഞാൽ നമുക്കെതിരെ പറയുന്നൊരു സാക്ഷിയുണ്ട്. ഇന്ന ഖൗം ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ, റബ്ബെ എൻ്റെ ഖൗമ് ഖുർആനോട് പിണക്കത്തിലായിരുന്നു, മഹ്ജൂറ ഉപേക്ഷിക്കപ്പെട്ട വസ്തുവാക്കി കളഞ്ഞു, പാരായണം ചെയ്തില്ല, പരിചിന്തനം നടത്തിയില്ല, വേണ്ട കടമകൾ അതിനോട് പാലിച്ചില്ല, ആ രീതിയിൽ ഖുർആനെ അവഗണിച്ച് കളഞ്ഞു എന്ന ഒരു എതിർ സാക്ഷ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖൗമിനെക്കുറിച്ച്, ഉമ്മത്തിലുള്ള അനുയായികളെക്കുറിച്ച് അവർ ഖുർആൻ അവഗണിച്ചാൽ ആരാണോ അങ്ങനെ ചെയ്യുന്നത് അവരെക്കുറിച്ച് പറയും എന്ന് ഈ സൂറത്തുൽ ഫുർഖാൻ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന ഖൗം ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. പിന്നെ ഈ സൂറത്തിൻ്റെ അവസാനത്തിൽ അള്ളാഹുവിൻ്റെ അടിമകൾ എന്ന് പറഞ്ഞ ഇബാദുർ റഹ്മാൻ്റെ 10 ഗുണങ്ങൾ വിവരിക്കുന്നുണ്ട്. അവർ ഭൂമിയിൽ വിനയത്തോടെ നടക്കുന്നവരാണ്, വിവരദോഷികൾ സംസാരിക്കാൻ വന്നാൽ അവർ വേഗം ഒഴിഞ്ഞു മാറി പോകുന്നവരാണ്, തഹജ്ജുദ് നമസ്കരിക്കുന്നവരാണ്, ദീർഘമായി രാത്രി സമയം സുജൂദിലും നൃത്തത്തിലുമായി കഴിഞ്ഞുകൂട്ടുന്നവരാണ്, നരകശിക്ഷയിൽ അള്ളാഹുവിൻ്റെ കാവൽ തേടുന്നവരാണ്, ചെലവഴിക്കുമ്പോൾ അമിതവ്യയം കാണിക്കാതെ, പിശുക്ക് കാണിക്കാതെ മധ്യമ മാർഗം തേടുന്നവരാണ്, ഷിർക്ക്, കൊലപാതകം, വ്യഭിചാരം തുടങ്ങിയ പാപങ്ങൾ സൂക്ഷിക്കുന്നവരാണ്, കള്ളസാക്ഷ്യം നിൽക്കാത്തവരാണ്, അതുപോലെ അനാവശ്യമായ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നവരാണ്, അള്ളാഹുവിൻ്റെ വചനങ്ങളോട് ഏറ്റവും നല്ല രീതിയിൽ പ്രതികരിക്കുന്നവരാണ്, ഭാര്യാസന്താനങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നവരാണ്. ഈ 10 ഗുണങ്ങൾ ഇബാദുർ റഹ്മാൻ്റേതായിട്ട് സൂറത്തുൽ ഫുർഖാൻ്റെ അവസാനത്തിൽ വിവരിക്കുന്നത് കാണാം. അടുത്തത് സൂറത്തു ഷുഅറയിൽ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിരുന്നു, സൂറത്തുൽ അറാഫ്, ഹൂദ്, ഷുഅറ, ഈ 3 സൂറത്തുകളിൽ നബിമാരുടെ സംഭവങ്ങൾ വിശദമായി വിവരിക്കുന്നുണ്ട്. അപ്പോൾ ആ വിശദമായി വിവരിക്കുന്ന സമയത്ത് പലതും ആവർത്തനമായിട്ട് വരുമ്പം ഒന്നുകിൽ അതിൻ്റെ ശൈലി വ്യത്യാസം ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പറയാത്ത വിശദാംശങ്ങൾ വേറെ സൂറത്തിലുണ്ടാകും. അപ്പോൾ ഇവിടെ നമുക്കൊരു 3 സംഭവം ഉദാഹരണത്തിന് വേണ്ടി എടുക്കാം. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ സംഭാഷണം പറയുമ്പം ഫിർഔൻ പറയുന്ന 2 കാര്യമുണ്ട്. ഒന്ന്, നീ ചെറുപ്പത്തിൽ എൻ്റെ വീട്ടിലല്ലേ വളർന്നത്, ഇവിടെയല്ലേ നീ വളർന്നത്, അതുപോലെ നീ ഒരു കൊലപാതകം നടത്തിയിട്ട് പോയ ആളല്ലേ. അപ്പോൾ അതിന് മൂസാ നബി അലൈഹിസ്സലാം കൊടുക്കുന്ന മറുപടി, ഇപ്പോൾ സൂറത്തുൽ ഖസസിൽ ആ കൊലപാതകത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്. അദ്ദേഹം ബനി ഇസ്രായേലിൽപ്പെട്ട ഒരു വ്യക്തിയും കോപ്റ്റിക്കാരനും തമ്മിൽ ഒരു വഴക്കുണ്ടായപ്പം അതിൽ ഇടപെട്ടു. കയ്യബദ്ധം കാരണം കോപ്റ്റിക്കാരൻ മരണപ്പെട്ടു പോയതാണ്, അദ്ദേഹം ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്തതല്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ അത് അബദ്ധത്തിൽ ചെയ്തതാണ്, ഒരു കാര്യത്തിന് മറുപടി. രണ്ടാമത്തേത്, നിൻ്റെ വീട്ടിൽ ഇവിടെ വളരേണ്ടി വന്നത് എൻ്റെ വീട്ടിൽ വളരാൻ സമ്മതിക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇന്നൊരു ഔദാര്യമായിട്ട് എടുത്തു പറയുന്ന സംഗതി, വതിൽക നിഅമത്തുൻ തമുന്നുഹ അലയ്യ അൻ അബ്ബത്ത ബനി ഇസ്രായേൽ, ബനി ഇസ്രായേലിനെ നീ അടിമകളാക്കി വെച്ചതാണ് ഇപ്പോൾ ഒരു നിഅമത്തായിട്ട് എടുത്തു പറയുന്നത് എന്ന് മൂസാ നബി അലൈഹിസ്സലാം പറയാണ്. ഫിർഔൻ ഔദാര്യം പോലെ പറഞ്ഞു, അലം നുറബ്ബിക ഫീന വലീദൻ വലബിസ്ത ഫീന മിൻ ഉമുരിക സിനീൻ, ഇവിടെയല്ലേ ജീവിച്ചത്, ഇവിടെയല്ലേ താമസിച്ചത്. അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, എന്തുകൊണ്ട് താമസിക്കേണ്ടി വന്നു, എന്തുകൊണ്ട് ജീവിക്കേണ്ടി വന്നു. പിന്നും ഇസ്രായേൽ ഫലസ്തീനോട് പറയാറുണ്ട്, കരണ്ട് ഞങ്ങളല്ലേ തന്നത്, കരണ്ട് നിങ്ങൾ മോഷ്ടിച്ചിട്ടല്ലേ തരുന്നത്. അതേപോലത്തെ സംഗതിയാണ് ഇവിടെ നടക്കുന്നത്. ഫിർഔൻ പറയാണ്, ഇവിടെയല്ലേ വളർന്നത്. മൂസാ നബി പറഞ്ഞു, എന്തുകൊണ്ട് വളരേണ്ടി വന്നു. അൻ അബ്ബത്ത ബനി ഇസ്രായേൽ,
വതിൽക നിഅമത്തുൻ തമുന്നുഹ അലയ്യ. ഇപ്പോൾ ഈ ഔദാര്യമായിട്ട് എടുത്തു പറയുന്ന സംഗതി യഥാർത്ഥത്തിൽ ഇസ്രായേൽ സന്തതികളെ അടിമകളാക്കി വെച്ചു എന്നതിനെയാണ് ഇപ്പോൾ ഒരു ഔദാര്യമായിട്ട് എടുത്തു പറയുന്നത്. അപ്പം നബിമാരുടെ സംഭവങ്ങൾ പറയുന്നതിൽ ചിലത് ഇവിടെ സൂചിപ്പിക്കുകയാണ്. ആദ് സമൂഹം അവരുടെ ഒരു കാര്യം പറഞ്ഞത് വതത്തഖിദൂന മസാനിഅ ലഅല്ലക്കും തഖ്ലുദൂൻ, നിങ്ങൾ കാലാകാലത്തേക്ക് ജീവിക്കുന്നത് പോലെയാണല്ലോ ഭവനങ്ങൾ ഉണ്ടാക്കുന്നത്. വഇദാ ബതഷ്തും ജബ്ബാരീൻ, എന്തെങ്കിലും ഒരു ശിക്ഷാ നടപടി സ്വീകരിക്കേണ്ട സമയത്ത് നിങ്ങൾ കഠിനമായി പിടികൂടുന്നല്ലോ. അതായത് നമ്മൾ ചില നാട്ടിലൊക്കെ കാണാം, കുക്കറിൻ്റെ വാഷർ മോഷ്ടിച്ചതിൻ്റെ പേരിൽ അടിച്ച് കൊന്നുകളഞ്ഞു. അപ്പം എന്താണ് തെറ്റ്? ആ രീതിയിലല്ലാതെ പ്രതികരിക്കുന്ന സമയത്ത് രൂക്ഷമായി പ്രതികരിക്കുന്ന, മർദ്ദിക്കുന്ന, അടിച്ച് കൊന്നുകളയുന്ന സമൂഹങ്ങളുണ്ട്. വൈദാ ബതഷ്തും ജബ്ബാരീൻ, നിങ്ങളൊരാളെ പിടികൂടുമ്പം എത്ര അഹങ്കാരികളായിട്ടാണ്, എന്ത് കഠോരമായിട്ടാണ് നിങ്ങൾ അവരെ പിടികൂടുന്നത് എന്ന് ആദ് സമൂഹത്തോട് ചോദിക്കുന്നൊരു സംഗതി സൂറത്ത് ഷുഅറയിൽ കാണാം. പിന്നെ ഈ സൂറത്തിൻ്റെ പേര് ഷുഅറ എന്നാണ്. ഷുഅറ എന്ന് പറഞ്ഞാൽ കവികൾ എന്നാണ്. അപ്പോൾ ഇതിൽ കവിതയെക്കുറിച്ച് അവസാനം പരാമർശിക്കുന്നുണ്ട്. കവികൾ പലപ്പോഴും ഭാവനകളിൽ പലതും പാടുന്നു. അതൊന്നും യാഥാർത്ഥ്യമാകണമെന്ന് പോലുമില്ല. ആളുകളുടെ പല ചിന്തകളിലേക്കും തെറ്റിലേക്കും ശരിയിലേക്കും കൊണ്ടുപോകും. അപ്പം അവരോരോ മലഞ്ചെരുവിലായിട്ട് ഇങ്ങനെ വഴി അറിയാതെ നടന്നു പോവുകയാണ്. വഴി തെറ്റിയവർ അവരെ പിൻപറ്റുകയും ചെയ്യുന്നു. എന്നിട്ട് അള്ളാഹു പറയാണ് ഈമാനും അമലുസ്വാലിഹാത്തും ഉള്ളവരൊഴികെ. അപ്പോൾ എന്താണ് കവിതയുടെ നിയമം? എന്താണ് ഒരാൾ കവിതാരൂപത്തിൽ പദ്യരൂപത്തിൽ കാര്യങ്ങളൊക്കെ ക്രോഡീകരിച്ചാൽ അതിൻ്റെ നിയമം എന്താണ്? ഇസ്ലാമിൽ അതിൻ്റെ നിയമം സാധാരണ സംസാരം പോലെയാണ്. സാധാരണ സംസാരത്തിൽ നല്ലതും ചീത്തയും ഉള്ളതുപോലെ കവിതയിൽ നല്ലതും ചീത്തയുണ്ട്. അപ്പോൾ നല്ല കവിതകൾ നല്ലതാണെന്നർത്ഥം. എന്ന് മാത്രമല്ല വ ഇന്ന മിന ശഅരി ലഹിക്മ എന്നാണ്. സാധാരണ നമ്മളൊരു ആശയം പറയുമ്പം നമുക്ക് പെട്ടെന്ന് അത് പ്രതിഫലിപ്പിക്കാനും ആളുകളുടെ ഹൃദയത്തിലേക്ക് എത്തിക്കാനും ഒക്കെ കവിതകൾ സഹായിക്കും. അപ്പോൾ നല്ല അർത്ഥവത്തായിട്ടുള്ള കവിതകൾ ആശയങ്ങളെ ഹൃദയത്തിൻ്റെ ഉള്ളറകളിലേക്ക് കൊണ്ടുപോകും. കവിതകളിൽ തത്വജ്ഞാനമുണ്ട് എന്ന് ഹദീസുകളിൽ പറയുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ പറഞ്ഞത് കവികളിൽ മോശമായ സംഗതിയുണ്ട്, വഴികിട്ടവർ അവരെ പിൻപറ്റുന്നുണ്ട്. ഈമാനും അമലുമുള്ളവർ ഒഴികെ എന്ന് പറയുമ്പം ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പ്രസിദ്ധമായ ഒരു വാചകമുണ്ട്, കവിത സാധാരണ സംസാരം പോലെ, നല്ലത് നല്ലതാണ്, ചീത്ത ചീത്തയാണ്. ഇനി അടുത്തത് സൂറത്തുൽ നംലാണ്. അതിൻ്റെ 5 പേജാണ് ഇപ്പോൾ ഈ ജുസ്ഇലുള്ളത്. ഇവിടെ പറയുന്ന ഒരു 3 സംഗതി ശ്രദ്ധയിൽപ്പെടുത്താം. ഒന്ന്, ദാവൂദ് നബി അലൈഹിസ്സലാമിനും സുലൈമാൻ നബി അലൈഹിസ്സലാമിനും അല്ലാഹു തആല ധാരാളം നിഅമത്തുകൾ നൽകി, ഇൽമ നൽകി, അതുപോലെ തന്നെ അധികാരം നൽകി. അധികാരത്തിന് പുറമെ പല മൃഗങ്ങളുടെ പക്ഷിലതാദികളുടെ ഭാഷകളൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് നൽകി. അവരതിന് വളരെയധികം നന്ദി കാണിച്ചിരുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ കാണാം, ഒരിക്കൽ പോകുന്ന സമയത്ത് ഒരു ഉറുമ്പിൻ സമൂഹത്തോട് വിളിച്ചു പറയാണ്, സുലൈമാൻ നബിയും സൈന്യവും വരുന്നുണ്ട്, നിങ്ങളെ ചവിട്ടി അരഞ്ഞു പോകാതിരിക്കട്ടെ. അപ്പോൾ ആ ഉറുമ്പിൻ്റെ സാമൂഹ്യ ബോധം ഒരു അപകടത്തിലേക്ക് പോകുമ്പം അതിനെ രക്ഷിക്കാൻ അത് കാണിച്ച വ്യഗ്രത, ഭൗതികവും പാരിത്രികവുമായ കാര്യങ്ങൾ നമ്മൾ കാണിക്കേണ്ടതില്ല. ആ ഉറുമ്പിൻ്റെ ഒരു സാമൂഹ്യ ബോധമെങ്കിലും നമുക്കുണ്ടാകണം, സമൂഹത്തിന് ഗുണകരമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിൽ. രണ്ടാമത്തേത് ഹുദ്ഹുദ് എന്ന പക്ഷിയുടെ സംഭവമാണ്. ഒരിക്കലും സദസ്സിൽ അദ്ദേഹം ഹുദ്ഹുദിനെ കാണാതിരുന്നപ്പം ചോദിച്ചു, എവിടെ പോയി ഹുദ്ഹുദ്? കൃത്യമായ കാരണം ബോധിപ്പിച്ചില്ലെങ്കിൽ ഞാൻ അതിന് വേണ്ട നടപടി സ്വീകരിക്കും. അപ്പോൾ ഹുദ്ഹുദ് വന്നുകൊണ്ട് പറഞ്ഞു, താങ്കൾക്കറിയാത്തൊരു വൃത്താന്തവുമായിട്ട് ഞാൻ വന്നിരിക്കുന്നു. സബ എന്ന പ്രദേശത്ത് നിന്നും വലിയൊരു അത്ഭുതം ഞാൻ കണ്ടു. അവിടെ ഒരു സ്ത്രീയാണ് അവരെ ഭരിക്കുന്നത്. അവർക്ക് അള്ളാഹു എല്ലാ നിഅമത്തുകളും നൽകിയിട്ടുണ്ട്, പക്ഷേ അവർ ആരാധിക്കുന്നത് സൂര്യനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ പക്ഷി സംസാരിച്ച ഒരു കാര്യമുണ്ട്. അതായത് ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, അതിൻ്റെ രഹസ്യമായ കാര്യങ്ങൾ മുഴുവൻ അറിയുന്ന അള്ളാഹുവിനെ വിട്ടുകൊണ്ട് ഒരു സൃഷ്ടിയായ സൂര്യനെ ഇവരെങ്ങനെ ആരാധിക്കുന്നു? അപ്പോൾ ആ പക്ഷിയുടെ ഈമാനികമായ വീര്യം, ആ താല്പര്യമാണ്, വാചാലമായിട്ടത് ഈമാൻ പറയാണ്. അപ്പോൾ ആ ഹുദ്ഹുദിൻ്റെ കയ്യിലൊരു കത്ത് കൊടുത്തയച്ചു. ആ രാജ്ഞി സദസ്സിലുള്ളവരുടെ കാര്യങ്ങൾ കൂടി ആലോചിക്കുമ്പം രാജാവിനേക്കാൾ വലിയ രാജഭക്തി എന്ന് പറഞ്ഞതുപോലെ സദസ്സിലുള്ളവർ അവരെ ഇളക്കാൻ തുടങ്ങി. അവരോട് പറഞ്ഞു, നമുക്കിത്രയും ശക്തിയുണ്ടല്ലോ, നിങ്ങൾ തീരുമാനിക്കുക എന്ത് വേണം എന്നൊക്കെ ഉള്ളത് എന്നൊക്കെ പറഞ്ഞു. അപ്പം അവർ കാര്യപ്രാപ്തിയുള്ള ആളല്ല. അവർ പറഞ്ഞു, നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം, ഒരു സംഗതി മനസ്സിലാക്കണം, ഇദ്ദേഹം വലിയ അധികാരിയാണ്, വെറുതെ അവിവേകമോ മര്യാദകളോ കാണിച്ചിട്ട് അദ്ദേഹം ഇങ്ങോട്ട് വന്ന് ഈ നാടിനെ നിലംപരിശാക്കാൻ കാരണമാകരുത്, നമുക്ക് അദ്ദേഹത്തെ പരിശോധിച്ച് നോക്കാം. അങ്ങനെ കുറേ സംഗതികൾ ഹദിയ കൊടുത്തയച്ചു. സുലൈമാൻ നബി അലൈഹി സ്വലാം പറഞ്ഞതല്ലല്ലോ നമ്മളുടെ വിഷയം, തൗഹീദിലേക്ക് ക്ഷണിച്ചതാണ്, ഈമാൻ പറഞ്ഞു തന്നതാണ്. നിങ്ങൾ ഈ സമ്പത്തൊക്കെ തന്നെ എന്നെ വശപ്പെടുത്താൻ നോക്കുകയാണോ? അള്ളാഹു എനിക്ക് തന്ന സമ്പത്ത് ഇതിനേക്കാളും എത്രയോ വലുതാണ്, അള്ളാഹു തന്നത് എനിക്ക് മതിയായതാണ്, ഞാനെങ്ങനെ ഈ പത്രാസിൽ വീണു പോകുന്ന ആളല്ല. അവർ കൊടുത്തയച്ച ഭീമമായ ഹദിയ അദ്ദേഹം ആ രീതിയിൽ അതിനെ ഗൗനിച്ചില്ല. അപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇദ്ദേഹം ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി ക്ഷണിക്കുകയല്ല. അപ്പോൾ ഒരു സ്വമനസ്സോടെ സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ സന്നിധിയിലേക്ക് വരികയും അവരുടെ ആ ഷിർക്ക് മനസ്സിലാക്കാൻ അദ്ദേഹം അവിടെ ഒരു സംഗതി കാണിച്ചു കൊടുത്തു. വെള്ളം, അതിൻ്റെ മുകളിൽ സ്ഫടികം. അപ്പോൾ അവിടെ ഗ്ലാസ് ഉണ്ടെന്നറിയാതെ അതിലേക്ക് നടക്കുന്ന സമയത്ത് വസ്ത്രം ഉയർത്താൻ അവർ ശ്രമിച്ചു.
അപ്പോഴാണ് മനസ്സിലായത് അവിടെ ഗ്ലാസ് ഉണ്ടെന്നുള്ള കാര്യം. അപ്പം ഈ സൂര്യനെ കണ്ട് ആരാധിക്കുന്നതിന് പകരം മറന്നു നിൽക്കുന്ന അതിൻ്റെ സൃഷ്ടാവിനെ, ഗൈബിലുള്ള റബ്ബിനെ ആരാധിക്കണം എന്ന പാഠം അവർക്ക് മനസ്സിലാവുകയും അവർ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ സൂറത്തു നംൽ വിവരിക്കുന്നുണ്ട്. അല്ലാഹു തആല, ഞാനിത് പ്രധാനപ്പെട്ട ചില പാഠങ്ങൾ, ആ ഉറുമ്പിൻ്റെ ആ ബോധം, സാമൂഹ്യ ബോധം, പക്ഷിയുടെ ഈമാനിക വീര്യം, അതുപോലെ തന്നെ സുലൈമാൻ നബി അലൈഹിസ്സലാം ദഅവത്തിന് കാണിച്ച താല്പര്യവും ഭൗതിക വസ്തുക്കൾക്ക് അദ്ദേഹം കൊടുത്ത അത് കാര്യം വിട്ടുകൊണ്ട് ഒരു താല്പര്യവും ഭൗതിക കാര്യങ്ങളിൽ കാണിച്ചില്ല. ആ വലിയ ഭരണാധികാരി ഇസ്ലാം സ്വീകരിച്ചു. ഇത്രയും കാര്യങ്ങൾ ചുരുക്കി വിവരിച്ചതാണ്. അല്ലാഹു തആല ഖുർആനെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാനും അമൽ ചെയ്യാനും തൗഫീഖ് നൽകട്ടെ. ശുക്രൻ, ജസാക്കുമുല്ലാഹ് ഖൈറൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.